ഈ ഓണത്തിന് ആരും സാരി ഉടുക്കാൻ അറിയില്ലെന്ന് പറയരുത് കേട്ടോ. ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് എങ്ങനെയാണ് സാരി ഉടുക്കാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു സാരി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് പഴയ സാരിയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഫിനിഷിങ് കുറച്ച് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സാരി എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് റൈറ്റ് സൈഡാണ് കേട്ടോ ഇത് ടക്കിൻ ചെയ്ത് വെക്കേണ്ടത്. ഇതേപോലെ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് മടക്കിയിട്ട് ഇതേപോലെ ടക്കിൻ ചെയ്യുക. എന്നിട്ട് ഇതേപോലെ നമ്മുടെ പുറകിൽ കൂടെ കൊണ്ടുപോയിട്ട് വലത്തെ സൈഡിൽ തന്നെ വീണ്ടും ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ടക്കിൻ ചെയ്യുക. എന്നിട്ട് ഇതാ ബാക്കി സാരി ഇതാ ഇതേപോലെ എടുക്കുക. എന്നിട്ട് വീണ്ടും പുറകിൽ കൂടെ കൊണ്ടുപോവുക. പുറകിൽ കൂടെ കൊണ്ടുപോയിട്ട് വീണ്ടും ഇതാ ഈ സൈഡ് ജസ്റ്റ് ഒന്ന് ടക്കിൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അടുത്തത് പല്ലു ആണ്. അപ്പോൾ എത്ര ആണോ നമുക്ക് പല്ലുവിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് ടക്കിൻ ചെയ്തത് അയച്ചിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചിട്ട് താഴെ പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യുക കേട്ടോ. ഒരു 2 തവണ ഇങ്ങനെ സെക്യൂർ ചെയ്യുമ്പോൾ കുറച്ച് നന്നായിട്ട് ലോക്കായിട്ട് അവിടെ നിൽക്കും, നല്ല ഷേപ്പും കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മളിതാ വലത്തെ സൈഡത്തെ ഈ ഭാഗം നമ്മൾ മുന്നേ കുത്തി വെച്ചില്ല, അത് അയച്ചിട്ട് ഇതേപോലെ ചെറിയ പ്ലീറ്റ്സ് എടുക്കുക. ഓക്കെ, ഇനി എടുക്കുക, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നും പ്ലീറ്റ്സ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ റൈറ്റ് സൈഡിൽ നിന്ന് എടുത്തുന്നുള്ളൂ. ഒന്ന് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ വന്നോളൂ. ഇത് കുറച്ച് പഴയ സാരി ആയതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് വരാത്തത്. എന്നിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡ് ഇതേപോലെ ഒരു ഹോള് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടോ നമ്മൾ ഈ ഇപ്പുറത്തെ പ്ലേറ്റ്സിൽ ജസ്റ്റ് ഇതേപോലെ വലിച്ചു കൊടുക്കുക. കണ്ടോ, വലിച്ചു കൊടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നിങ്ങളിങ്ങനെ ഓരോരോതായിട്ട് പിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡ് ഇതേപോലെ പിന്നെ കുത്തുക. എന്നിട്ട് ഈ എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതേപോലെ ഉള്ളിലേക്കൊന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സെൻറ്റർ പ്ലീറ്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക കേട്ടോ. കണ്ടോ, അതേപോലെ ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ അതേപോലെ നിന്നോളൂ കേട്ടോ. കണ്ടോ, അതേപോലെ പതിയെ പതിയെ ഇങ്ങനെ തന്നെ ഫുൾ ഒരാളുടെ സഹായം ഇല്ലാണ്ട് നമുക്കിത് കംപ്ലീറ്റ്ലി നല്ല നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതാ ഇവിടുത്തെ ഈ ഒരു പ്ലീറ്റ്സ് എടുക്കണം കേട്ടോ. നമുക്ക് ഫ്രീ ആണെങ്കിൽ ഫ്രീ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ പ്ലീറ്റ്സ് എടുക്കണമെങ്കിൽ അതേപോലെ പതിയെ പതിയെ എടുക്കുക. എത്രയാണോ വിടുത്ത് അനുസരിച്ച് എടുക്കുക കേട്ടോ. ഇനി ഈ ഒരു പ്ലീറ്റ്സ് കറക്റ്റായിട്ട് എടുക്കാനുള്ള വേറെ ടെക്നിക്സ് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം നോർമലായിട്ട് എടുക്കുന്ന ഒരു രീതി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് ഇതേപോലെ എടുത്തിട്ട് ഇവിടെ ഇങ്ങോട്ട് സെക്യൂർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ ഒരു പിന്ന് വെച്ചിട്ട് ഇവിടെ നിന്ന് കുത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ അനങ്ങൂല കേട്ടോ. അത് അതേപോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ട് അങ്ങനെ ഇരുന്നോളും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.